ഹലോ ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ദുബായിൽ ലാസ്റ്റ് ഡേ വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് നാളെ വെളുപ്പിനെയാണ് ഫ്ലൈറ്റ്. അങ്ങനെ ഇതേ കാലിക്കറ്റ് പാരഗണി വന്നിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. നല്ല അടിപൊളി ഒരു ചായയും ഇവിടുത്തെ മുട്ട റോസ്റ്റും പിന്നെ നമ്മുടെ അപ്പവും ഒരു മുട്ട ഓംലേറ്റൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ഇവിടെ ഇപ്പം പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ എന്നാ തുടങ്ങിയെന്ന് അറിയില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പം ഇങ്ങനെ ഒരു ലൈവ് ഓംലെറ്റ് ഒരു കൗണ്ടർ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന എന്നാണെന്നറിയാമോ, ഞാൻ വ്ളോഗിന് ഫോട്ടോ എടുക്കുന്ന പോലെ സാറാമ്മ എടുക്കുന്ന രംഗമാട്ട്. അങ്ങനെ ദേ ഞങ്ങൾ ഇവർ ഒരു ലൈവായിട്ടുള്ള ഒരു അപ്പം കൗണ്ടറുണ്ട്. അവിടുത്തെ ചേട്ടൻ ഈ അപ്പം ഉണ്ടാക്കണ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം കൗതുകം ആയി. കാരണം എനിക്ക് ഒട്ടും ഉണ്ടാക്കാൻ അറിയില്ലാത്തൊരു സാധനം അപ്പമാണ്. എൻ്റെ അപ്പമൊക്കെ എപ്പോഴും ഫ്ലോപ്പായിട്ടേ വരുള്ളൂ. എന്താ തെറ്റ് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിമിഷ നേരം കൊണ്ട് ആ ചേട്ടൻ അപ്പമൊക്കെ ഉണ്ടാക്കി. അതും നല്ല അടിപൊളി അപ്പം. പിന്നെ അവിടെ ഒരു മുട്ടയുടെ ലൈക്ക് ഓംലെറ്റിൻ്റെ ഒരു ലൈവ് കൗണ്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൗണ്ടറിൻ്റെ ഇതാണ് കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല രസമായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അച്ചാറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ എല്ലാ വർഷവും മേടിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ. ഈ പലഹാരങ്ങളൊക്കെ ചുമ്മാ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ കഴിച്ചുമില്ല, കഴിക്കാനുള്ള വയറും ഉണ്ടായിരുന്നില്ല. പക്ഷേ രസമല്ലേ, കണ്ടപ്പോൾ ഒരു രസം തോന്നി. പിന്നെ ഞങ്ങൾ പോയത് നെസ്റ്റോയിലായിട്ടാണ് കേട്ടോ. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ പോയി ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ്. ഇവിടെ കയറിയപ്പോൾ ദേ ഇവിടുത്തെ പലഹാര സെക്ഷൻ കണ്ടപ്പോൾ ചുമ്മാ ഒരു രസം, നിങ്ങളെ കൊതിപ്പിക്കാം, നിങ്ങളെ കാണിക്കാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അതിനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി ഒരു റൗണ്ട് പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ദേ ബിബിൻ മാച്ചിങ് ആയിട്ട് ബിബിൻ പടന്നതാണെന്നാണ് പറയുന്നത് ഈ ഒരു അണ്ടർഗ്രൗണ്ട്. ഞങ്ങളത് കഴിഞ്ഞ് ഓൾഡ് സൂക്കിൻ്റെ അവിടെ ഗോൾഡ് സൂക്കിൻ്റെ അങ്ങോട്ട് പോയി. എന്തിനാണെന്നറിയുമോ, അബ്രയിൽ കയറാനായിട്ട്. പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബോട്ടിൽ കയറണം എന്നുള്ളത്. എനിക്കും ചെറുതായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അബ്രയിൽ കയറാം. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് 2018 വന്നപ്പോഴാണ് ലാസ്റ്റ് കയറിയത്. അപ്പം ഞങ്ങൾ കയറുന്നത് റൂട്ടെന്ന് പറയണത് ഓൾഡ് സൂക്കിൽ നിന്ന്, അതായത് ദേറെ ഓൾഡ് സൂക്ക് ടു ബർദുബായാണ്. ഈ പറയണത് എന്നാണെന്നറിയാമോ, അവൻ പിണങ്ങിയിരിക്കുന്നതല്ല കേട്ടോ. അവൻ ആക്ച്വലി എനിക്ക് വേണ്ടി സീറ്റ് പിടിച്ചാൽ ക്യാമറ വീഡിയോ പിടിക്കാനായിട്ട്. പക്ഷേ പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് മാറിയിരിക്കാൻ പറഞ്ഞു. അവൻ അവിടെ ഇരുന്നു. അതാണ് സംഭവം. അങ്ങനെ ബോട്ടിൽ കയറി അബ്രയിൽ കയറി ഞങ്ങളിത് ഈ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഇന്നിവിടെ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. ഒരു 14-15 ഡിഗ്രി വൈകിട്ടുണ്ടായിരുന്നു കാണുള്ളൂ. എന്നാലും ഒരു ജാക്കറ്റ് ഇട്ടാൽ ഓക്കെ ആയിരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ രാത്രിത്തെ ലൈറ്റും ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ, ഇങ്ങനെ ഈ ഓരോ കെട്ടിടത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു കളറൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതാണെങ്കിലും ഞങ്ങൾ അക്കരെ ചെന്നു. അവിടെ ചെന്ന് ഞാനൊരു സുലൈമാനിയും പിള്ളേർ രണ്ടുപേരും ഓരോ കഴിക്കും. ജെൻസും ബിബിനും ഓരോ കാപ്പിയും കുടിച്ചു കൂട്ടോ. അപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് അവിടുത്തെ കരിക്കല്ലല്ലോ കരിമീൻ ജ്യൂസ് സൂപ്പറാണെന്ന്, നാട്ടിലെ രീതിക്ക് ഉണ്ടാക്കുന്നതെന്ന്. എന്നാൽ പിന്നെ അതുകൂടി ഒരെണ്ണം കുടിച്ചേക്കാമെന്ന് കരുതി. കരിക്ക് ഒരെണ്ണം നല്ലതായിരുന്നു, ഒരെണ്ണം അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിള്ളേരത് കുടിച്ചു, ഞാൻ ആ കരിമീൻ ജ്യൂസും കുടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല ഇഞ്ചിയുടെയും പിന്നെ നാരങ്ങയുടെയും ഫ്ലേവറൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാട്ടോ. ഇതത് ഈ കരിമീൻ ജ്യൂസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാപ്പിയും സുലൈമാനിയും ഒക്കെ കുടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കാറ്റുണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ട് അത് കുടിച്ചുകൊണ്ട് അവിടെ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു. അത് കഴിയുമ്പോഴേക്കും കരിക്ക് കുടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സാധനം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർ ബഹളം വെച്ചപ്പോൾ ആ ചേട്ടനത് എല്ലാം റെഡിയാക്കി കൊടുത്ത് അവരത് കഴിച്ചു കേട്ടോ. അങ്ങനെ തിരിച്ച് അബ്രയിൽ കയറി ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. ഇതുകൊണ്ട് ഈ റിഫ്ലക്ഷൻ എന്ത് രസമല്ലേ. അങ്ങനെ പിന്നെ അതിലേക്കടെ ആ സ്ട്രീറ്റ് ഓൾഡ് സൂക്കിലേക്കടെ കുറച്ചൊന്ന് നടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിലേക്കടെ ജസ്റ്റ് ഒന്ന് തേരാപ്പാര നടന്ന് വണ്ടി പാർക്ക് ചെയ്തെടുത്തിട്ട് പോയി. അടുത്ത് ഞങ്ങൾ പോയത് കായലോരം റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ ഡിന്നർ കഴിക്കാനായിട്ട്. അവിടെ ചെന്ന് ഞാനൊരു ചട്ടിച്ചോറാണ് മേടിച്ചത്, ചിക്കൻ്റെ ചട്ടിച്ചോറാണ് മേടിച്ചത്. ജെൻസും ബേബിനും മേടിച്ചത് പൊതി പൊറോട്ടയാണ് കേട്ടോ. അതും അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വിട്ടത് കോട്ടക്കൽ അവിൽ മിൽക്കിൻ്റെ അവിടെയാണ്. അവിടെ ഞാൻ പോയി ആ അവിൽ മിൽക്കിൻ്റെ ഒരു സംഭവം കൂടി മേടിച്ചിട്ട് ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. വെളുപ്പിനെയായിരുന്നു ഫ്ലൈറ്റ്. വെളുപ്പിന് 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഔട്ടൊക്കെ ചെയ്ത് വെളുപ്പിന് എയർപോർട്ടിൽ വന്നു. എൻ്റെ കണ്ണിരിക്കുന്നത് കണ്ടോ, ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ രാത്രി ഒരു തരി ഉറങ്ങിയിട്ടില്ല. അങ്ങനെ മെട്രോയിൽ കയറി പോകുന്ന ഇതാണ്. ഞങ്ങൾ ദോഹയിലെത്തി. ഈ പ്രാവശ്യം ദോഹ വഴിയാണ് ഞങ്ങൾ
വന്നത്. അപ്പോൾ ദോഹയിലൊക്കെ എത്തി അവിടുത്തെ സീനാണ് കേട്ടോ. കാപ്പിയെല്ലാം കുടിച്ച് എൻ്റെ ദൈവമേ ഞങ്ങൾക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. യാത്ര നല്ലതായിരുന്നെങ്കിലും ഉറക്കക്ഷീണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്വിറ്റ്സർലൻഡിലോട്ട് എത്തി കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഹോളിഡേ ആയിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴും ദുബായ് ഒരു റിഫ്രഷിങ് ഹോളിഡേ ആണ്. അടുത്ത ദുബായ് ഹോളിഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക്